നമസ്കാരം. ക്ഷാരമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ശ്രീലകത്തെ ഏത് രൂപത്തിലാണ് ശ്രീ ഗുരുവായൂരപ്പൻ എന്നറിയില്ല. രാവിലെയാണ് ഷൂട്ട് ചെയ്യണത്. ഉച്ചപൂജയുടെ കളഭാലങ്കാരമൊക്കെ വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഓടക്കുഴലൂതിയിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ്റെ പാദ നമസ്കാരം ചെയ്യാം കേട്ടോ. ഉണ്ണികൃഷ്ണൻ്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം പറയുന്നു. ഒപ്പം കൃഷ്ണപാദ മനുഷ്യം ഹൃദയ ഭാവയാമി, ഹരികൃഷ്ണപാദ മനുഷ്യം ഹൃദയ ഭാവയാമി. എന്നോട് ഒരുപാട് പേര് കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. കുറേ ചോദ്യങ്ങൾ പെൻഡിങ് ഉണ്ട്. ഞാൻ എല്ലാ ചോദ്യങ്ങളും ഒന്നും കണ്ടിട്ടില്ല. കണ്ട ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ചോദ്യം നോക്കാം അല്ലേ. സരള മേനോൻ എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്, സദാ ഞങ്ങളുടെ കുടുംബം നല്ലൊരു വിഷമഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. സാമ്പത്തിക പ്രതിസന്ധി അല്ല, ആരോഗ്യ പ്രശ്നങ്ങൾ. നാരായണീയം വായിക്കുന്നുണ്ട്, നാമജപം നല്ലപോലെ ചെയ്യുന്നുണ്ട്, ഭഗവാനെ എപ്പോഴും വിളിക്കുന്നുമുണ്ട്. അനാവശ്യ ചിന്തകൾ എന്നാലും വരുന്നുണ്ട്. ചിലർ പറയാറില്ലേ ഭഗവാൻ മറഞ്ഞിരിക്കുകയാണെന്നൊക്കെ, അങ്ങനെയുണ്ടോ? നമ്മളെ കേൾക്കാതിരിക്കുന്ന സമയം ഭഗവാൻ ഉണ്ടാകുമോ? ഒരിക്കലും ഉണ്ടാവില്ല. 100% ഉറപ്പിച്ചോളൂ, ഗുരുവായൂരപ്പൻ നമ്മളെ കേൾക്കാത്ത ഒരു നിമിഷം പോലും ഉണ്ടാവില്ല എന്നുള്ളത്. അത് അടിവരയിട്ട് ഉറപ്പിച്ച് നിങ്ങൾ വിശ്വസിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം പല 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 സന്ദർഭങ്ങളിലും നമുക്ക് തോന്നും ഭഗവാൻ നമ്മളെ ഒട്ടും ശ്രദ്ധിക്കുന്നില്ല, ഒട്ടും കേൾക്കുന്നില്ല എന്ന്. സന്താന ഗോപാലൻ കഥ പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, സന്താന ഗോപാലത്തിലെ ഗുരുവായൂരപ്പനെ കുറിച്ച് ഞാൻ എപ്പോഴും പറയാറുണ്ട്. കഥകളി സന്താനഗോപാലൻ കണ്ടിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവും അത് എങ്ങനെയാണെന്നുള്ളത്. അതായത് ബ്രാഹ്മണൻ വന്ന് പുറത്തു നിന്ന് അദ്ദേഹത്തിൻ്റെ മക്കൾ നഷ്ടപ്പെടുന്ന സങ്കടം പറയുമ്പോൾ ഭഗവാൻ ഇങ്ങനെ തിരിഞ്ഞിരിക്കും, നോക്കുകയില്ല ആ ഭാഗത്തേക്ക്. ഇവിടെ നിന്നാണ് ബ്രാഹ്മണൻ പറയുന്നതെങ്കിൽ ഭഗവാൻ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നത്. പിന്നെ അദ്ദേഹം കുറച്ച് ഇങ്ങോട്ട് നീങ്ങി പറയുമ്പോൾ ഭഗവാൻ ഒന്നും ഇങ്ങോട്ട് നീങ്ങിയിരിക്കും. കുറച്ച് ഇങ്ങനെ നീങ്ങുന്നു പറയുമ്പോൾ ഒന്നും കൂടി ഇങ്ങനെ തിരിയും. ഇങ്ങനെ തിരിഞ്ഞ് ഭഗവാൻ ഒരിക്കലും കേൾക്കാത്ത മട്ടിലിരിക്കും. അവസാനം എന്താ ഉണ്ടായേ? 10 ഉണ്ണികളെ ഒരുമിച്ച് തിരിച്ചു കൊണ്ടുപോയി കൊടുത്തു. 10 പേരെയും അതാത് പ്രായത്തിൽ അതാത് വേണ്ട എല്ലാ ക്രിയകളും ചെയ്തതിന് ശേഷമാണ് ഭൂമിയിൽ അദ്ദേഹം കൊണ്ടുവന്ന് കൊടുത്തത്. അപ്പം എന്തുകൊണ്ടാണ് ബ്രാഹ്മണന് ആദ്യത്തെ വിലയിൽ തന്നെ കേൾക്കാതിരുന്നത് എന്നൊരു ചോദ്യം ഉണ്ടാവും കേട്ടോ. അത് അനുഭവിക്കാൻ ഉള്ള യോഗം അദ്ദേഹത്തിനുണ്ട്. ആ പുത്രദുഃഖം അനുഭവിക്കാനുള്ള യോഗം അദ്ദേഹത്തിനുണ്ട്. എന്നാൽ അദ്ദേഹം ഉത്തമ ഭക്തനാണ്. അദ്ദേഹത്തിനെ കൊണ്ട് അങ്ങനെ അനുഭവിപ്പിക്കാൻ ഭഗവാൻ ഇഷ്ടമില്ല. അപ്പോൾ ഇത് രണ്ടും കൂടെ എങ്ങനെയാണ് മാച്ച് ചെയ്ത് പോവുക? ഇങ്ങനെയാണ് മാച്ച് ചെയ്ത് പോവുക. ഭഗവാൻ എന്ത് ചെയ്തു? അർജുനനെ മുൻനിർത്തിക്കൊണ്ട് ആ 10 ഉണ്ണികളെയും തിരിച്ചു കൊണ്ടുപോയി നൽകി ഇല്ലേ. നമുക്കൊരു സാധനം പുതിയതായിട്ട് കിട്ടുന്നതിനേക്കാളും സന്തോഷം ഉണ്ടാവും അത്രേ നമ്മളുടെ കളഞ്ഞുപോയ പ്രിയപ്പെട്ട വസ്തു തിരിച്ചു കിട്ടുമ്പോൾ. ഒന്ന് ആലോചിച്ച് നോക്കൂ, കാണാതായ ഒരു കുഞ്ഞിനെ ലഭിക്കുന്ന ഒരു അമ്മയുടെ സന്തോഷം ഒരു പുതിയ കുഞ്ഞുണ്ടാവുന്ന അമ്മയേക്കാൾ കൂടുതലായിരിക്കും, ഉറപ്പായിട്ടും ആയിരിക്കും. നിങ്ങൾക്കൊക്കെ കുട്ടികളുണ്ടാവും. ആ കുട്ടീനെ ഒരു നിമിഷം കാണാണ്ടാവുന്നതിനെ കുറിച്ച് ചിന്തിച്ച് നോക്കൂ, തിരിച്ചു കിട്ടുന്നതിനെ കുറിച്ച് ചിന്തിച്ച് നോക്കൂ. അപ്പോൾ എത്ര സന്തോഷം ഉണ്ടാവും നമുക്ക് അല്ലേ? അത്ര വലിയ 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 സന്തോഷം ഉണ്ടാവും. അപ്പോൾ ഇതുപോലെയാണ് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ആ കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുപോയി കൊടുത്തത്. ഇതേമാതിരി അപ്പോൾ ആദ്യത്തെ കുഞ്ഞ് മരിച്ചുപോയ ആ അവസരം തൊട്ട് ഇദ്ദേഹം ഭഗവാനെ വിളിക്കുന്നുണ്ട്. പിന്നെ 8ാമത്തെ 9ാമത്തെ ഒക്കെ കുഞ്ഞാവുമ്പോഴേക്കും ഇദ്ദേഹം ചീത്ത വിളിച്ചു തുടങ്ങി. എന്നെ മാത്രം കേൾക്കുന്നില്ല, നിങ്ങൾ എവിടുത്തെ ഭഗവാനാണ് എന്ന് വരെ ചോദിച്ചു തുടങ്ങി. ഭഗവാനാണ് പോലും ഭഗവാൻ പണ്ട് ഗുരുപുത്രനെ കൊണ്ടുപോയി കൊടുത്തു അത്രേ. എന്നിട്ട് എവിടെ എൻ്റെ കുഞ്ഞിനെ കൊണ്ടുവരുന്നത്? പക്ഷാഭേദമുള്ള ആണോ ഭഗവാനായിട്ടിരിക്കുക എന്നൊക്കെ ചോദിച്ച് അങ്ങയുടെ അമ്മയുടെ 6 പുത്രന്മാരെ തിരിച്ചു കൊണ്ടുപോയി കൊടുത്തു അത്രേ. അപ്പോൾ എനിക്കറിയാം കഴിവില്ലാഞ്ഞിട്ടല്ലാന്ന്, എനിക്ക് തരില്ല എന്ന് വിചാരിച്ചിട്ടാണ്. എന്ത് ഭഗവാനാണിത്? ഇങ്ങനെയാണോ ഭഗവാൻ ഉണ്ടാവുക? പാർഷ്യാലിറ്റി ഭഗവാൻ ഉണ്ടാവുമോ എന്ന് വരെ ചോദിച്ചു അദ്ദേഹം. പക്ഷേ എന്തായി? അദ്ദേഹത്തിന് കനിഞ്ഞനുഗ്രഹിച്ച് നൽകി. ഓരോ നിമിഷവും നമുക്ക് തോന്നിയേക്കാം നമ്മളെ അദ്ദേഹം കേൾക്കുന്നേയില്ല എന്ന്. അതൊരു കഥയിലൂടെ ഞാൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഏത് സന്ദർഭത്തിലാണോ വലിയ 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 ദുഃഖങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നത്, നമ്മളെ 2 കൈകൊണ്ടും എടുത്തുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുണ്ണികൃഷ്ണൻ നടക്കാറുള്ളത്. കാരണം ഇവന് അല്ലെങ്കിൽ ഇവൾക്ക് ഈ ദുഃഖം താങ്ങാൻ എൻ്റെ ഒരു സപ്പോർട്ട് ആവശ്യമാണ് എന്ന് ഭഗവാനേക്കാൾ നന്നായി മറ്റാർക്കും
ആർക്കും അറിയില്ല. അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന പല ആളുകളെയും എനിക്കറിയാം. പക്ഷേ അവരൊക്കെ ഭഗവാനെ മുറുകെ മുറുകെ പിടിച്ച് അതിൽ നിന്ന് തിരിച്ചു വരുന്ന കഥകളും ഒട്ടും കുറവല്ല കേട്ടോ. വിശ്വസിക്കുക മാത്രമേ വേണ്ടൂ. ഗുരുവായൂരപ്പൻ നമ്മളെ കേൾക്കാത്ത ഒരു നിമിഷം പോലും ഇല്ല. സരള ചേച്ചിയുടെ ചോദ്യം ഇത് ഒരിക്കലും അങ്ങനെ മനസ്സിൽ പോലും വിചാരിക്കരുതെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു. ഇൻസ്റ്റഗ്രാമിലെ പിള്ളേർക്കൊക്കെ പറയാൻ വേണമെങ്കിൽ കൊറോണ വന്നപ്പോൾ ഗുരുവായൂരപ്പൻ എവിടെയായിരുന്നു എന്നുള്ള ചോദ്യമൊക്കെ എന്ത് ചോദ്യമല്ലേ ഇത്. നാച്ചുറൽ കലാമിറ്റീസ് വരുമ്പോൾ ഭഗവാൻ എവിടെ പോയി? ഇതൊക്കെയാണ് യുക്തിവാദികളുടെ ചോദ്യം. ഈ യുക്തിവാദികൾ മനസ്സിലാക്കാതെ പോകുന്ന പല കാര്യങ്ങളും ഉണ്ട്. ഈ നാച്ചുറൽ കലാമിറ്റീസ് വരുത്തുന്നത് നമ്മൾ തന്നെയാണ്, നമ്മൾ മനുഷ്യരാണ്. ഇനി നാച്ചുറൽ കലാമിറ്റീസ് അല്ലാതെ ഈ കൊറോണ പോലുള്ള സംഭവങ്ങൾ വരുന്നത് ഇതിന് മനുഷ്യനാണ് ഉത്തരവാദി അല്ലേ? എങ്ങനെയാണ് കൊറോണ വൈറസ് ഉണ്ടായത്? അത് ആലോചിച്ച് നോക്കൂ. അതിൽ നിന്നുള്ള റിക്കവറി കിട്ടാൻ ഭഗവാൻ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് സാധിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ വിശ്വാസികൾക്കെല്ലാം വിശ്വാസമാണ്, യുക്തിവാദികൾക്കെല്ലാം യുക്തിരഹിതമാണ്. അങ്ങനെയാണ് അവരിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അത് വിടുക. നമുക്ക് നമ്മുടെ വിശ്വാസം, നമ്മുടെ ഉണ്ണികൃഷ്ണൻ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്, യാതൊരു സംശയവുമില്ല. നാരായണീയം മുടങ്ങാതെ വായിക്കുന്നുണ്ട്, നാമം ചൊല്ലുന്നുണ്ട് എന്ന് പറഞ്ഞു, കേൾക്കാതിരിക്കില്ല. നമ്മുടെ ഉണ്ണികൃഷ്ണൻ കേട്ടുകൊണ്ടേയിരിക്കേണ്ട, അദ്ദേഹത്തിന് മാത്രം നേരെയാക്കി തരാൻ പറ്റുന്ന ജീവിതമാണ് നാം ഓരോരുത്തരുടെയും. ഭഗവാന്റെ പാദത്തിൽ അർപ്പിച്ചുകൊണ്ട്, വിളിച്ചുകൊണ്ട്, വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകും കേട്ടോ. അടുത്തതായിട്ട് വിന്ദുജ എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്. ചേച്ചിയുടെ സ്ഥിരം പ്രേക്ഷകയാണ് ഞാൻ. എനിക്ക് വേണ്ടപ്പെട്ട ഒരു ചേച്ചിയുടെ മോൾക്ക് അപസ്മാര രോഗം പലപ്പോഴായി ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ 18 വയസ്സായ മോൾക്ക് പല ഡോക്ടർമാരെ കാണിച്ചിട്ടും അധികം മാറ്റമില്ല. ഈ ഒരു ബുദ്ധിമുട്ട് ഭേദമാവാൻ ഗുരുവായൂരപ്പനെ എന്ത് വഴിപാടാണ് നേരുക? ഒന്ന് റിപ്ലൈ തരണേ. പല ഡോക്ടേഴ്സിനെയും കാണിച്ചിട്ട് ഭേദമായിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ ഇരുമ്പ് കൊണ്ട് തുലാഭാരം തൂക്കിക്കോളൂ. ഇരുമ്പ് കൊണ്ട് തുലാഭാരം എന്നൊരു വഴിപാട് ഗുരുവായൂർ ക്ഷേത്രത്തിലുണ്ട്. 20 രൂപയാണോ 1 കിലോന്. അത് നമ്മുടെ ശരീരഭാരത്തിനനുസരിച്ച് എത്ര കിലോ വെയിറ്റ് ഉണ്ടോ അത്ര ഇൻറ്റു 20 ഇതാണ് എമൗണ്ട് വരിക കേട്ടോ. സൈദക്കുട്ടി ഭഗവാന്റെ ആടിയ എണ്ണ ഉപയോഗിക്കാൻ കുളിക്കേണ്ടതില്ല എന്ന് പറഞ്ഞിരുന്നു. എന്നാലും പുല, വാലായ്മ, പീരീഡ്സ് ടൈമിൽ ഉപയോഗിക്കാൻ പാടുമോ? ഞാൻ വാങ്ങിയിട്ടുണ്ട്, ദയവായി മറുപടി പറയണം എന്നാണ് ബിന്ദു പുഷ്പൻ എന്ന ഭക്ത പറഞ്ഞിരിക്കുന്നത്. ആ സമയങ്ങളിൽ ഒഴിവാക്കിക്കോളൂ, ബാക്കിയുള്ള സമയത്ത് സ്വീകരിച്ചോളൂ കേട്ടോ. സഞ്ജന ശീലാവതി എന്ന ഭക്ത ചോദിച്ചിരിക്കണം, മഞ്ചാടി കൊണ്ട് തുലാഭാരം ചെയ്യാൻ സാധിക്കും? തീർച്ചയായിട്ടും മഞ്ചാടി കൊണ്ട്, കുന്നിക്കുരു കൊണ്ട് ഒക്കെ തുലാഭാരം ചെയ്യാൻ സാധിക്കും. ഞാൻ തുലാഭാരത്തിൻ്റെ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിന് താഴെ കുറേ ദ്രവ്യങ്ങൾ കൊണ്ട്, തുളസി കൊണ്ട്, നേന്ത്രപ്പഴം കൊണ്ട്, അങ്ങനെ കുറേ ദ്രവ്യങ്ങൾ കൊണ്ട് ചോദിച്ചിട്ടുണ്ട്. ഞാനൊരു കാര്യം ചെയ്യാം, ഒരു പോസ്റ്റായിട്ട് തുലാഭാരത്തിൻ്റെ ലിസ്റ്റ് ഗ്രൂപ്പിലിട്ടേക്കാം കേട്ടോ. നമ്മുടെ ഗ്രൂപ്പിലിട്ടേക്കാം. ഈ ഗ്രൂപ്പിലില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഒരു പോസ്റ്റായിട്ട് ഞാൻ യൂട്യൂബിലിട്ടേക്കാം കേട്ടോ. അടുത്തതായിട്ട് മഞ്ഞപ്പട്ട് ഷീട്ടാക്കാൻ പറ്റുമോ സവിത? വളരെ ആഗ്രഹമുണ്ട് കണ്ണൻ്റെ മഞ്ഞപ്പട്ട് മാറോട് ചേർക്കാൻ, എന്ത് ചെയ്യണം എന്നാണ് ശ്യാമ എന്ന ഭക്ത ചോദിച്ചിരിക്കുന്നത്. മഞ്ഞപ്പട്ട് നമുക്ക് ഷീട്ടാക്കാൻ പറ്റില്ല. പ്രസാദ കിറ്റിൽ ഒരു മഞ്ഞപ്പട്ട് ഉണ്ടാവാറുണ്ട്. അതുമല്ലെങ്കിൽ ഇടയ്ക്ക് മേൽശാന്തിയുടെ കയ്യിൽ നിന്ന് നമ്മൾ പ്രസാദം വാങ്ങിക്കുന്ന സമയത്ത് അവിടെ നിന്നും മഞ്ഞപ്പട്ട് കിട്ടാറുണ്ട്. അത് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും കേട്ടോ. അത് ഷീട്ടാക്കാൻ പറ്റില്ല കേട്ടോ. ഗുരുവായൂരപ്പനോട് പറയൂ, ഗുരുവായൂരപ്പ എനിക്കിങ്ങനെ ആഗ്രഹം ഉണ്ട് പറയൂ, ഗുരുവായൂരപ്പനെ ഉറപ്പായിട്ടും സാധിപ്പിച്ച് തരുന്നേ. അടുത്തതായിട്ട് പ്രേമജ എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്. ഗുരുവായൂരപ്പ 3 പ്രാവശ്യമായി ഞാൻ ചോദിക്കുന്നു, തൈറോയിഡിൻ്റെ ശംഖ് വഴിപാട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരുമോ? ടെസ്റ്റ് ചെയ്ത് ഇരിക്കുകയാണ്, സ്കാനിങ് ചെയ്തു, അതിൽ ചെറിയ എന്തോ പ്രശ്നമുണ്ട്. ഇനിയും തൊണ്ടയിൽ നിന്ന് കുത്തിയെടുത്ത് പരിശോധിക്കണം എന്ന് പറയുന്നു. ഗുരുവായൂരപ്പനെ അഭയമുള്ളൂ. ഈ മെസ്സേജ് സവിതയുടെ കണ്ണിൽ കാണിക്കണേ ഭഗവാനെ എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. ഇത് കുറേ ദിവസം മുൻപാണ് ഈ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതായത് ഞാൻ യാത്രയിലുള്ള സമയത്താണ്. അപ്പോൾ അതിന് താഴെ വന്നിട്ട് എന്തുകൊണ്ടാണ് സവിത മെസ്സേജിന് റിപ്ലൈ കൊടുക്കാത്തതെന്ന് പറഞ്ഞിട്ട് ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. അതിന് താഴെ വേറെ ഭക്ത എഴുതിയിട്ടുണ്ട്, യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ തീർച്ചയായിട്ടും മെസ്സേജിന് റിപ്ലൈ തരുമെന്ന്. അപ്പോൾ വൈകിപ്പിച്ചതിൽ എന്തായാലും ക്ഷമിക്കൂ. ശംഖ് വഴിപാട് എങ്ങനെയാണ് കൊടുക്കേണ്ടത് ചോദിച്ചാൽ, ശംഖ് കിട്ടുന്ന കടകളിൽ നിന്ന് നമ്മൾ തന്നെ വാങ്ങി കൊണ്ടുവന്ന് കൊടിമരത്തിൻ്റെ ചോടയുള്ള ഭണ്ണാരത്തിൻ്റെ മുകളിലോ അതല്ലെങ്കിൽ നാലമ്പലത്തിനകത്ത് മണ്ഡപത്തിലോ നമുക്ക് സമർപ്പിക്കാവുന്നതാണ് കേട്ടോ. ഇങ്ങനെ ഓരോന്നും എങ്ങനെയാണ് സമർപ്പിക്കേണ്ടതെന്നുള്ള ഡൗട്ടേ വേണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും കൊണ്ടുവരാം.
കൊടിമരത്തിൻ്റെ ചോടയുള്ള ഭണ്ഡാരത്തിൻ്റെ മുകളിൽ സമർപ്പിക്കാം. അതിന് നമ്മൾ പ്രത്യേകിച്ച് ഷീട്ട് എടുക്കേണ്ട ഒരാവശ്യവുമില്ല. ഇനി ശംഖ് ഇവിടെ ലഭ്യമായ ദ്രവ്യമൊന്നുമല്ല, നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് സമർപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ ചടങ്ങ്. അടുത്തതായിട്ട് ഒരു കാര്യം പറയണം എന്ന് തോന്നി, എനിക്ക് ഒരു മറുപടി തരണം. എൻ്റെ ഹസ്ബൻഡിന് തേർഡ് പാർട്ടി റിലേഷൻ ഉണ്ട്. എന്നെയും കുഞ്ഞിനെയും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. പുള്ളി ദുബായിലാണ്. ഇപ്പോൾ 7 മാസമായി ഒരു കോണ്ടാക്റ്റും ഇല്ല. ഞാൻ ഒരുപാട് അനുഭവിച്ചു. ഞാൻ ഇനി എന്താണ് കണ്ണനോട് പ്രാർത്ഥിക്കേണ്ടത്? നാരായണീയം ചൊല്ലുന്നുണ്ട്. ഏത് ദശകമാണ്? പ്ലീസ് റിപ്ലൈ തരണം സവിത എന്നാണ് അശ്വതി എന്നൊരു ഭക്ത ചോദിച്ചിരിക്കുന്നത്. നാരായണീയത്തിലെ 65 മുതൽ 69 വരെയുള്ള ദശകങ്ങളാണ് ചൊല്ലേണ്ടത്. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് കേട്ടോ. വിവാഹപ്രായമായ ഒരു പെൺകുട്ടിക്ക് വേണ്ടി ചോദിക്കുകയാണ്. ഏതെങ്കിലും വിവാഹാലോചന വരുമ്പോൾ അത് അവൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. വല്ലാതെ ടെൻഷൻ ഫീൽ ചെയ്യുന്നു. എത്ര ശ്രമിച്ചിട്ടും മനസ്സിന് ധൈര്യം ലഭിക്കുന്നില്ല. എന്താണ് ഒരു പരിഹാരം എന്നാണ് മറ്റൊരു അശ്വതി ചോദിച്ചിരിക്കുന്നത്. വെറ്റിലടയ്ക്ക വഴിപാട് ഷീട്ടാക്കൂ ഗുരുവായൂരപ്പന്. ഒരു ദിവസത്തെ വെറ്റിലടയ്ക്കൊക്കെ 2 രൂപയുള്ളൂ. അങ്ങനെ 41 ദിവസം വെറ്റിലടയ്ക്ക ഷീട്ടാക്കൂ. കുട്ടിയുടെ പേടിയൊക്കെ മാറട്ടെ, നല്ല റിലേഷൻഷിപ്പ് കിട്ടാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ കൃഷ്ണാരി മിത്രങ്ങളും പ്രാർത്ഥിക്കാം കേട്ടോ. അടുത്തതായിട്ട് രഞ്ജു എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. സദാ എൻ്റെ മകന് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. വലിയ രീതിയിലുള്ള ഏമ്പക്കം എപ്പോഴും ബുദ്ധിമുട്ട് വരുന്നു. ഒരു സമാധാനവുമില്ല. എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇഞ്ചി സമർപ്പിച്ചോളൂ. ഞാൻ ഇതും മുൻപേ പറഞ്ഞിട്ടുള്ളതാണ്. ഗുരുവായൂരപ്പന് മുമ്പിൽ ഇഞ്ചി കൊണ്ടുവന്ന് സമർപ്പിച്ചോളൂ കേട്ടോ. ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ നമ്മളുടെ നാട്ടുവൈദ്യത്തിൽ നമ്മൾ ഇഞ്ചി കൊടുക്കാറുണ്ട് കുഞ്ഞുങ്ങൾക്ക് കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവണതാണ്. ഞാനൊരു എന്താ പറയുക, ഇപ്പോൾ ഒരു അസുഖത്തിൻ്റെ സെഷൻ പോലെയായി നമ്മുടെ ഈ ഒരു വീഡിയോ സെഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും അസുഖം വരുമ്പോൾ നിങ്ങൾ സ്വയം ചിന്തിച്ചാൽ മതി, നിങ്ങൾക്ക് തന്നെ കിട്ടും. ഞാൻ ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കിട്ടും കേട്ടോ. നമ്മളിപ്പോൾ കുഞ്ഞു വയറുവേദനകൾക്കും ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകൾക്കും ഒക്കെ ഇഞ്ചിയാണ് നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിൽ ചെയ്യാറുള്ളത് അല്ലേ. ഇതേമാതിരി കുഞ്ഞു 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 സൊല്യൂഷൻസ് നമുക്ക് തന്നെ കിട്ടും. ആ സൊല്യൂഷൻ എന്താണോ കിട്ടുന്നത് അത് നമ്മുടെ ഉണ്ണികൃഷ്ണൻ്റെ മുമ്പിൽ സമർപ്പിക്കൂ. എല്ലാം എല്ലാം നമ്മുടെ ഉണ്ണികൃഷ്ണൻ നേരെയാക്കി തരും ഓരോരുത്തർക്കും കേട്ടോ. അപ്പോൾ അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ. കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത ദിവസം കാണാമെന്ന് വിചാരിക്കുന്നു. സർവ്വരോഗ വിനാശന, സർവ്വപാപ വിനാശന, സർവ്വ ദുഃഖ വിനാശന, സർവ്വ സൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണന്മാരെ.